ഹാഫ് ബോഡി ഫ്രാക്ചറായിട്ട് ട്രീറ്റ്മെൻറ്റിനോട് ഒട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു വ്യക്തി, ഒരു ചെറിയ കുട്ടി ആക്ച്വലി നമുക്കുണ്ടായിട്ടുണ്ട്. ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വി ട്രൈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ പേഴ്സൺ. പക്ഷേ ആൾ ട്രീറ്റ്മെൻറ്റിനോട് റെഡിയല്ല. ആൾ വീൽ ചെയറിലാണ്, എണീറ്റ് നിൽക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റിനോട് റെഡിയല്ല. അപ്പോൾ വൈകുന്നേരം അവിടെ ഗ്രൗണ്ട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സമയത്തോട്ട് ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം ഷിഫ്റ്റ് ചെയ്തു. അവിടെ അറിയാലോ, ഫുൾ വിൻഡോസ് ആണ്, എല്ലാം ഓപ്പണായിട്ട് കാണാം, ഔട്ട്സൈഡ് ആക്ടിവിറ്റീസൊക്കെ കാണാം. ഇത് കണ്ടുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പയ്യെ പയ്യെ ഹി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് എൻ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. 1 മാസത്തിൽ, 2 വർഷത്തിന് ശേഷമാണ് 1 മാസത്തിൽ അദ്ദേഹം എണീറ്റ് നിന്നു. വെയിറ്റ് ബെയറിങ്ങിൽ അദ്ദേഹം എണീറ്റ് നിൽക്കാൻ സാധിച്ചു. 2 വർഷത്തിന് ശേഷം ആ ഒരു മൊമെന്റ്. അതെ അതെ അതെ, ഇറ്റ് ഇസ് വെരി ഗുഡ്. ആൻഡ് 4-ാം മാസത്തിൽ ആളവിടെ ഫുട്ബോൾ കളിച്ചിട്ടാണ് ആളവിടുന്ന് പോകുന്നത്. പീഡിയാട്രിക് കേസസ് നമ്മൾ എടുക്കാറില്ല അധികം. ഡോക്ടർ അനസിന് തോന്നി ലെറ്റ്സ് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് വി ടുക്ക് അപ്പ് എ ചൈൽഡ്. ലൈഫിൽ ഫസ്റ്റ് ടൈം എണീറ്റ് നിന്നു. ആക്റ്റീവ് ബേസിലാണ് അദ്ദേഹം എണീറ്റ് നിന്നത്. ഹൈഡ്രോതെറാപ്പി ഹാസ് ബെനിഫിറ്റഡ് എ ലോട്ട് ഫോർ ദ പേഷ്യൻറ്റ്. എണീറ്റ് നിന്നു, ആൾ നടന്ന് സ്കൂളിൽ പോയ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഭയങ്കര നല്ല മൊമെൻറ്റ്സ്, അവിടെ പല സ്ഥലങ്ങളിലും പോയി പല ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് മാറാത്ത ഒരു സിറ്റുവേഷൻ, അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആക്ടിവേഷൻ അച്ചീവ് ചെയ്യാൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിന്റെ കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതം തന്നെയാണ്.